എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. ഇന്ന് സെക്കൻഡ് എക്സസൈസ് ആണ് ചെയ്യുന്നത്. എക്സസൈസ് 4.2 ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫാക്ടറൈസേഷൻ. ഇതിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ റൂട്ട്സ് എന്ന് പറയും. പോളിനോമിയൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ സീറോസ് എന്ന് പറയും. ഫാക്ടറൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. രണ്ടിൽ സെയിം മെത്തേഡ് തന്നെ. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം തന്നെ. പക്ഷെ ഇതിലുള്ളത് നമ്മൾ ഫൈൻഡ് ദ റൂട്ട്സ്. അതായത് രണ്ട് റൂട്ട്സ് ഉണ്ടാവും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ അതിന് രണ്ട് റൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 10 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രോഡക്റ്റ് കിട്ടേണ്ടത് -10 സമ്മ് കിട്ടേണ്ടത് -3. അപ്പോൾ ഇവിടെ -10 ആയതുകൊണ്ട് തന്നെ ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെയും മൈനസ് വരികയാണെങ്കിൽ വലിയ നമ്പർ ആയിരിക്കും നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത 10ഉം സമ്മ് -3 ആണ് വേണ്ടത്. അപ്പോൾ 5 × 2 10. 5 അതായത് -5 + 2 ആണെങ്കിൽ എന്തായി -3 ആയി. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് സ്ക്വയർ -5x + 2x - 10 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് കോമൺ ആയിട്ടുണ്ട്, x - 5. ഇതിൽ +2 കോമൺ ആയിട്ടുണ്ട്, x - 5 ഈക്വൽ ടു 0. അപ്പോൾ x + 2 × x - 5. x plus 2 equal to 0, x is equal to -2, x minus 5 equal to 0, x is equal to 5. അപ്പോൾ ഇത് എളുപ്പമുള്ളതാണ്. നമ്മൾ കുറേ ചെയ്തതുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക. അത് നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതായത് -2 റൂട്ട്സ് കിട്ടുന്നത് ഇവിടെ -2, 5. അടുത്ത ക്വസ്റ്റ്യൻ 2x² + x - 6 is equal to 0. 2x² + x - 6 is equal to 0. Second question, John and Jeevanti together have 45 marbles. Both of them lost 5 marbles each, and product of the number of marbles they now have is 124. അപ്പോൾ അതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ജോണും ജീവന്തി രണ്ടുപേരും കൂടിയിട്ടാണ് ഇവിടെ 45 മാർബിൾ ഉള്ളത്. അപ്പോൾ ഒരാളത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ജീവന്തിൻ്റെത് എന്ന് പറയുന്നത് 45 - x ആയിരിക്കും. അപ്പോൾ ലെറ്റ് ദ നമ്പർ ഓഫ് മാർബിൾ ജോൺ ഹാഡ് എക്സ് ആയിട്ട് എടുക്കുക. അതുപോലെ ജീവന്തിൻ്റെത് 45 - x. ഇനി പറയുന്നത് രണ്ടുപേരുടെ കയ്യിൽ നിന്നും 5 മാർബിൾ ലോസ്റ്റ് ആവുന്നു. അപ്പോൾ x - 5 ആയത്. അതുപോലെ ഇതിൽ നിന്ന് 5 മാർബിൾ പോയാൽ എത്രയാ? 40 - x. അതിൻ്റെ പ്രോഡക്റ്റ് ആണ് എത്രയാണ് തന്നിട്ടുള്ളത്? 124. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. 40x - x² - 200 + 5x - 124 ഈക്വൽ ടു 0. ഇതിനെ ഷോർട്ട് ആക്കുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ x² - 45x + 324 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ ഷോർട്ട് ആക്കി കൊണ്ടുവരാം. -x² ആണുള്ളത്. അപ്പോൾ -x² എന്നുള്ളത് നമ്മൾ സൈന് മാറ്റി കൊടുക്കുക. +x² - 45x എല്ലാത്തിനും സൈന് മാറ്റിയാൽ മതി. എന്നുവെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ മൈനസ് ഫസ്റ്റ് വരാൻ പാടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റും സമ്മും ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളത് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇന്ന മെത്തേഡ് എന്നൊന്നും പറയാതെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അത് അടുത്ത എക്സസൈസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ x² മൈനസ് ഇവിടെ നമുക്ക് കിട്ടുന്നത് 36x - 9x. അതായത് 324നെ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. ചില സമയത്ത് ഇങ്ങനെ ചെയ്താലും ശരിയാവുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് 36ഉം 9ഉം. 36 9ഉം ആഡ് ചെയ്താൽ -45. 36 -2 -9 സൈൻ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 324 വന്ന് ഈക്വൽ ടു 0. ഇവിടെ x × x - 36. ഇതിൽ -9 കോമൺ ആയിട്ടുണ്ട്. x - 36 is equal to 0. അപ്പോൾ x - 36ഉം x - 9ഉം ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വാല്യൂ ഇവിടെ കിട്ടുന്നത് 36ഉം 9. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 45 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റാണ്. ഒരാളുടെ കയ്യിൽ 9 ആയിരിക്കും, മറ്റൊരാളുടെ കയ്യിൽ 36 മാർബിൾ ആയിരിക്കും ഉള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് അതുപോലെ എടുത്ത് എഴുതുക.
അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതിൽ സെക്കൻഡ് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് സർട്ടൺ നമ്പർ ഓഫ് ടോയ്സ് ഇൻ എ ഡേ. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് വാസ് ഫൗണ്ട് ടു ബി 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ. ഓൺ എ പർട്ടിക്കുലർ ഡേ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാസ് 750. അപ്പോൾ അതിന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയില്ല നമ്പർ ഓഫ് ടോയ്സ് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ് ബി എക്സ്. അതിനുശേഷം ഇതിൽ പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ്, ഓരോ ടോയിയുടെയും കോസ്റ്റ് ഉണ്ട്. ഇത് നമ്പർ ഓഫ് ടോയ്സ് ആണ്. ഒരു പർട്ടിക്കുലർ ഡേയിൽ ഇത്ര എക്സ് നമ്പേഴ്സ് ടോയ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 55 മൈനസ് എത്ര, അതായത് ഒരു ടോയിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 55 മൈനസ് ആ ദിവസം എത്ര ടോയ്സ് അവർ ഉണ്ടാക്കുന്നുണ്ട് അതാണ്. അതായത് 55 ആ എത്ര എണ്ണം എന്നുള്ളത് മൈനസ് ചെയ്യാം, അതാണ് ഒരു ടോയിന്റെ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ടോയ്സ് അവർ ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അത് 55 മൈനസ് എക്സ് ആയിട്ടാണല്ലോ നമ്മൾ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 55 മൈനസ് എക്സ് കിട്ടി. പിന്നെ ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡേയിൽ അവർക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 750 ആണ്. അപ്പോൾ 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ദിവസത്തെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര നമ്പർ, ഇത് ഒരു ടോയുടെ കോസ്റ്റാണ്. എത്ര നമ്പർ ടോയ്സ് ഉണ്ടാകുന്നുണ്ട് അതേ ഇൻറ്റു ഒരു ടോയുടെ റേറ്റ്. അപ്പോൾ അതാണ് എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ്. അത് ഒരു പർട്ടിക്കുലർ ഡേയിൽ എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ് എന്ന് പറയുന്നത് 750 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. 55x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 750 ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയർ മൈനസ് 55x പ്ലസ് 750 സൈന് മാറ്റി ഈക്വൽ ടു 0. ഇതിലിപ്പോൾ 750യും 55ഉം ആണ് നമുക്ക് കിട്ടേണ്ടത്. 5 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 25 150 5 30. അപ്പോൾ 25ഉം 30ഉം ആണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്താൽ വരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 25x മൈനസ് 30x പ്ലസ് 750 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 25 മൈനസ് 30 ഇൻറ്റു എക്സ് മൈനസ് 25 ഈക്വൽ ടു 0. ഇപ്പോൾ എക്സ് മൈനസ് 30 എക്സ് മൈനസ് 25 വരും. അപ്പോൾ എക്സ് ഇവിടെ കിട്ടുന്നത് 30ഉം 25ഉം. അപ്പോൾ 2 വാല്യൂ കിട്ടി നമുക്ക്, 30ഉം 25. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അതിൽ തന്നെ 4.2ൽ ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് 2 numbers whose sum is 27 and product is 182. 2 numbers അതിൻ്റെ സമ്മ്, 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 27 ആണ്. അതുപോലെ പ്രോഡക്റ്റ് 182. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റൊരു നമ്പർ സമ്മ് 27 ആയതുകൊണ്ട് 27 മൈനസ് എക്സ് ആയിരിക്കും. അപ്പം 2 numbers are എക്സ് 27 മൈനസ് എക്സ്. തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എക്സും ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ് എത്ര, 27 എക്സ് ഇൻറ്റു 27 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 182. അപ്പോൾ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 27x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 182 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 27x പ്ലസ് 182 ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 13ഉം 14ഉം ആയിരിക്കും. 13ഉം 14ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 182 കിട്ടും. അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 27 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 13x മൈനസ് 14x പ്ലസ് 182 ഈക്വൽ ടു 0. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 13 മൈനസ് 14 ഇൻറ്റു എക്സ് മൈനസ് 13 ഈക്വൽ ടു 0. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് സ്പീഡ് ഫാക്ടറൈസ് ചെയ്യാൻ നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 13ഉം 14ഉം കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്പർ 13 എടുക്കുകയാണെങ്കിൽ മറ്റേ നമ്പർ 14 ആയിരിക്കും. ഒരു നമ്പർ 14 എടുക്കുകയാണെങ്കിൽ മറ്റേ നമ്പർ 13 ആയിരിക്കും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് 13 ആണെങ്കിൽ 27 മൈനസ് 13 എന്ന് പറയുന്നത് അടുത്ത നമ്പർ 14 ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 numbers, therefore 2 numbers are 13 and 14 എന്ന് എഴുതുക. ഇതിൽ
അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻഡ് ടു കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റീജർ. കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് നമ്മൾ എങ്ങനെ എടുക്കുക? എക്സ്, എക്സ് പ്ലസ് 1, അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് 365 എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ടു കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ്, അത് നമ്മൾ എക്സ്, എക്സ് പ്ലസ് 1 എടുത്ത് അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് 365. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 365. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 365 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 മൈനസ് 364 ഈക്വൽ ടു 0. ഇതിപ്പോൾ നമുക്ക് ഫുൾ ഇക്വേഷനിൽ 2 ഉള്ളത് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈക്വൽ ടു 0. ഇതിലും ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് 13 × 14 തന്നെ എടുത്താൽ മതി. അപ്പോൾ ഒരു നമ്പർ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് വലിയ നമ്പർ പോസിറ്റീവ് കൊടുക്കുക. പ്ലസ് 14x മൈനസ് 13x മൈനസ് 182 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 14 മൈനസ് 13 × എക്സ് പ്ലസ് 14 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കിട്ടുക എക്സ് മൈനസ് 13 എക്സ് പ്ലസ് 14 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 13 ഓർ മൈനസ് 14. അപ്പോൾ രണ്ട് നമ്പർ. അപ്പോൾ നമ്മൾ കൺസിക്യൂട്ടീവ് ഇൻറ്റീജേഴ്സ് 13x 13 ആണ് എടുക്കുന്നതെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും? സൈൻ നോക്കേണ്ട കാര്യമില്ല, ഈ എക്സ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 13 പ്ലസ് 1 എന്ന് പറയുന്നത് 14. അപ്പോൾ ഒരു നമ്പർ 13 മറ്റൊരു നമ്പർ 14 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ അത്രയേ ഉള്ളൂ. ഈ എക്സസൈസ് തീർക്കാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അഞ്ചാമത്തത് 2 വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് the altitude of right triangle is 7 cm less than its base. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ, അതായത് അതിൻ്റെ ബേസിനെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. 7 cm ലെസ് ദാൻ the altitude of right triangle is 7 cm less than its base. ബേസ് 7 cm ലെസ് ആണ്. അപ്പോൾ ബേസ് എക്സ് ആയതുകൊണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 7. പിന്നെ അവിടെ തന്നിട്ടുണ്ട് ഹൈപ്പോട്ടനസ് 13 cm. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ അതർ 2 സൈഡ്സ്, അതായത് ബേസിനേക്കാൾ 7 cm കുറവാണ് ഓൾട്ടിറ്റ്യൂഡ്, അതുപോലെ ഹൈപ്പോട്ടനസ് 13. അപ്പോൾ ഇത് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ മതി. പൈതഗോറസ് തിയറം എന്നാൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്നത് 13 സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169 എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 2x സ്ക്വയർ 14x. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 14x plus 49 minus 169 equal to 0. അപ്പോൾ 2x square minus 14x and 69 49 minus ചെയ്യാം. 120 minus 120 equal to 0. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ആക്കാം. എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈക്വൽ ടു 0. അപ്പോൾ 60യും 7ഉം ആണ് ഇവിടെ കിട്ടേണ്ടത്. 60 കിട്ടണമെങ്കിൽ 4 ഇല്ല, 7 ഇല്ല. അപ്പോൾ 12ഉം 5ഉം 12 5 പോയാൽ 7 ആയി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് സൈൻ വന്നതുകൊണ്ട് വലിയ നമ്പറിന് നെഗറ്റീവ് കൊടുക്കും. മൈനസ് 12x പ്ലസ് 5x മൈനസ് 60 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് മൈനസ് 12 പ്ലസ് 5 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. എക്സ് മൈനസ് 12ഉം എക്സ് പ്ലസ് 5ഉം ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് 12ഉം മൈനസ് 5ഉം
അപ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി, പോസിറ്റീവുള്ള നമ്പർ എടുക്കുക. കാരണം ട്രയാങ്കിളിൻ്റെ സൈഡ് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അപ്പോൾ എക്സ് ഇവിടെ 12 ആണ്. എക്സ് 12 ആണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 12 - 7 = 5. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇക്വേഷൻ ഫോം ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. 6th question, a cottage industry produces a certain number of pottery articles in a day. അതായത് നമ്മൾ നേരത്തെ ആ ടോയ്സിൻ്റെ ചെയ്ത് അതേപോലെ തന്നെ അതിൽ കുറച്ച് കണ്ടീഷൻ മാറ്റുന്നേ ഉള്ളൂ. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾസ് വാസ് 3 more than twice the number of articles produced on that day. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പോട്ടറി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. അതുപോലെ അതിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3 more than, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ പറയുന്നത് 3 more than twice the number of pottery articles produced. അപ്പോൾ 3 more than twice number of pottery article എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. അപ്പോൾ 2x കിട്ടി. ഇനി ഇതിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആർട്ടിക്കിൾ ഉണ്ട് അത് ഇൻറ്റു ഇത്. നമ്മുടെ നമ്പർ ഓഫ് പോട്ടറി ആർട്ടിക്കിൾസ് എക്സ് ആണ്. എക്സ് ഇൻറ്റു 3 + 2x, അത് എത്രയാണ് തന്നിട്ടുണ്ട് 90. അതേപോലെ തന്നെ ചെയ്യാം. 3x + 2x² - 90 = 0. ഇവിടെ 2x² + 3x - 90 = 0. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് -180 സമ്മ് 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് ഇതിലെ നമ്പേഴ്സ് എങ്ങനെ കിട്ടുക? x² + 3x - 90 = 0. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 2x² + 15 12 2 5 180 അല്ലേ? 180 അപ്പോൾ 15x - 12x - 90 = 0. അപ്പോൾ 15ഉം 12ഉം ആണ് വരുന്നത്. ഇതിൽ 2 കോമൺ ആയിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ 2 കോമൺ ആയിട്ട് എഴുതാൻ കഴിയും. -12x + 15x. അപ്പോൾ ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്. 2x പുറത്തേക്ക് എടുക്കുമ്പോൾ x - 6 കിട്ടും. ഇവിടെ 15 × 6 90 ആണ്. അപ്പോൾ ഇവിടെ 15 പുറത്തേക്ക് എടുക്കുക. x - 6 = 0. അപ്പോൾ 2x + 15ഉം x - 6ഉം ആണ് കിട്ടുന്നത്. അപ്പോൾ x = 6. ഫ്രാക്ഷൻ എടുക്കാണ്ട് x = 6 എടുത്താൽ മതി. x 6 എടുക്കുന്ന സമയത്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6ഉം ഇവിടെ 3 + 2x 3 × 6. അപ്പോൾ 12 + 3 15. അപ്പോൾ 15ഉം 6ഉം ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.